ഹലോ, മീനുട്ടി സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു കിടിലം കഥയായാലോ? സുചിത്ര ബേക്കറിയിലെ ക്രീം ബണ്ണ്. ക്രീം ബണ്ണ് ഇഷ്ടമല്ലാത്തവർ ആരാണുള്ളത്, അല്ലേ? എന്നാലും സുചിത്ര ബേക്കറിയിലെ സുചിത്ര ചേച്ചിയുടെ ക്രീം ബണ്ണായാലോ? അടിപൊളിയാവില്ലേ? ഒരു ഗുണ്ടയ്ക്കാണ് ആ നറുക്ക് വീണത്. നേരെ കഥയിലേക്ക് പോയാലോ? അതെ, ഞാനൊന്ന് പിഴിഞ്ഞു തരട്ടെ. നാരങ്ങ രണ്ടായി മുറിച്ച് നന്നായി ഞെക്കി അമർത്തുന്ന സുചിത്രയെ നോക്കിക്കൊണ്ടാണ് ഗുണ്ടബിനു ചോദിച്ചത്. അല്പം പരിഭ്രമിച്ച് ഒന്നും മിണ്ടാതെ സാരിത്തലപ്പ് നേരെയാക്കി സുചിത്ര വീണ്ടും നാരങ്ങ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. ആഹാ, കൊള്ളാലോ. നിങ്ങളുടെ കെട്ടിയവൻ നന്നായിട്ടൊന്നും പിഴിയത്തില്ല, അല്ലേ? ഞാനൊക്കെ നന്നായിട്ടങ്ങ് ഞെക്കി ഞരടിച്ചാറ് വരുത്തും. അവൻ അത് പറയുന്നത് കേട്ട് സുചിത്ര വിടർന്ന കണ്ണുകളുയർത്തി നോക്കി. ഇപ്പോഴും അവന്റെ വഷളൻ നോട്ടം അവളിൽ തന്നെയായിരുന്നു. സുചിത്രയ്ക്ക് ഭയം തോന്നി. സോഡ വേണോ, വെള്ളം വേണോ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. നിങ്ങളല്ലേ അടിക്കുന്നേ, അപ്പോൾ വെള്ളമായിരിക്കും നല്ലത്. വെള്ളം മതി, സോഡ ഗ്യാസ. ഈ ഗുണ്ടബിന് ഇപ്പോഴും ഓരോ ദ്വയാർത്ഥം വെച്ചാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സുചിത്ര ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കാൻ തുടങ്ങി. നല്ല ഇളക്കാണല്ലോ, അടിയുടെ യോഗം. സുചിത്ര സ്പൂണിട്ടിളക്കുന്നത് നോക്കി അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവന്റെ നേർക്ക് ഗ്ലാസ് നീട്ടി. അപ്പോഴേക്കും അല്പം വെള്ളം കവിഞ്ഞ് താഴേക്ക് വീണു. അടിച്ചടിച്ചു കളഞ്ഞല്ലോ. ആ വഷളൻ ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ സുചിത്രയ്ക്ക് വല്ലാത്ത അറപ്പ് തോന്നി. വെള്ളം കുടിച്ചിട്ട് ഗുണ്ട പറഞ്ഞു, കെട്ടിയവൻ വരുമ്പോൾ പറഞ്ഞേക്ക്. ഇതു പറഞ്ഞ് അയാൾ പുറത്തേക്കിറങ്ങി. എടീ പോയോടി, ഉള്ളിൽ നിന്നൊരു വിളി. സുചിത്ര ദേഷ്യത്തിൽ ഉള്ളിലേക്ക് നോക്കി. നിങ്ങൾക്ക് കേറിയിങ്ങനെ ഒളിച്ചിരുന്നാൽ മതിയല്ലോ മനുഷ്യ. ഇവനെയൊക്കെ പറഞ്ഞുവിടാൻ ഞാൻ പെടുന്ന പാട്. ഒരു ഇളിച്ച ചിരിയോടെ ഗോപൻ പുറത്തേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കഥക്കൊരു ഫ്ലാഷ് ബാക്കുണ്ട്. ഗൾഫിൽ നല്ല ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഗോപൻ. 6 മാസം മുമ്പാണ് ഈ സുചിത്ര ബേക്കറി തുടങ്ങുന്നത്. അതിസുന്ദരിയായ തന്റെ ഭാര്യ നാട്ടിലെ ഏറ്റവും കിടിലമാണെന്ന് ഗോപൻ അറിയാമായിരുന്നു. കാരിയായ ഒരു കിടിലൻ സുന്ദരി. താൻ ഗൾഫിലായതുകൊണ്ട് അവളെ വളയ്ക്കാൻ തന്റെ കൂട്ടുകാരടക്കം ഇഷ്ടംപോലെ പേരുണ്ടാകുമെന്ന് അവനറിയാം. അതുകൊണ്ട് ഒരുപാട് നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും നാട്ടിലെ വിശേഷങ്ങൾ കാരണം ഗൾഫ് മതിയാക്കി ഗോപൻ നാട്ടിലേക്ക് വന്നു. 7 വർഷം മുമ്പ് കല്യാണം കഴിക്കുമ്പോൾ അതിസുന്ദരിയായിരുന്നു സുചിത്ര. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം പ്രസവിച്ചു. പിന്നെ ഭാര്യയെ അമിതമായി സ്നേഹിക്കുന്ന ഗോപൻ ബദാമും കശുവണ്ടിയുമൊക്കെ കൊണ്ടുവന്ന് തീറ്റിച്ച് സുചിത്ര കയറിക്കൊഴുത്തു. കപ്പളങ്ങ പോലെയായിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ നല്ല മുഴുത്ത തേങ്ങയും ചക്കയുമൊക്കെയായി. ഹീൽസുള്ള ചെരുപ്പിടുന്നതുകൊണ്ടാവണം സുചിത്രയുടെ പിന്നാമ്പുറം നല്ല ഭംഗിയാണ്. മിക്കപ്പോഴും സാരി ഉടുക്കുന്നതുകൊണ്ട് ആ ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ സുചിത്ര ഒരു കിടിലം ഐറ്റമായി മാറിയെന്ന് ഗോപന് തോന്നിയപ്പോഴേക്കും നാട്ടിൽ ടൗണിലുണ്ടായിരുന്ന ആ കടമുറി ബേക്കറി ഇടാനായിട്ട് പ്ലാനിട്ടു. പക്ഷേ അന്ന് വാടകയ്ക്കുണ്ടായിരുന്ന വാടകക്കാരൻ ഒഴിയാൻ കൂട്ടാക്കുന്നില്ല. തർക്കം മൂത്ത് കാര്യങ്ങൾ കയ്യാങ്കളി വരെ എത്തി. ഒരു കൂട്ടുകാരനാണ് ഗുണ്ടബിനുവിനെ പരിചയപ്പെടുത്തിക്കൊടുത്തത്. ഗുണ്ടബിനു നൈസായിട്ട് വാടകക്കാരനെ ഒഴിപ്പിച്ചുകൊടുത്തു. പക്ഷേ അയാൾക്ക് 3-4 വെട്ടുകിട്ടി. ബിനു ജയിലിൽ 3 മാസം കിടന്നു. സ്വാഭാവികമായും പറഞ്ഞതിന്റെ 3 ഇരട്ടി പൈസ ചോദിച്ചുകൊണ്ട് ബിനു ഇപ്പോൾ ഗോപന്റെ പിന്നാലെ കൂടി. ഗുണ്ടയായതുകൊണ്ട് ഗോപൻ ഒളിഞ്ഞു നടക്കാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ആ വാടകക്കാരന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും തനിക്കും. അതുപോരാതെ വെട്ടുകിട്ടി ആശുപത്രിയിൽ കിടന്നാൽ ഭാര്യയും കുഞ്ഞും വഴിയാധാരയാവുമല്ലോ എന്നുള്ള ടെൻഷൻ വേറെയും. ബിനുവിനെപ്പറ്റി പറയാൻ ആളൊരു നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. കുറെ കേസുകളുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 26 വയസ്സേയുള്ളൂ. നീണ്ട താടിയും മുടിയും അല്പം മെലിഞ്ഞ ശരീരവും. അവനെ കണ്ടാൽ തന്നെ അല്പം വഷളൻ ലുക്കാണ്. കടയിലേക്ക് വരുമ്പോൾ തന്നെ തന്റെ മേലുള്ള നോട്ടവും ആ വഷളത്തരം പറച്ചിലും സുചിത്രയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ദിവസം ദേ വരുന്നു ബിനു. അവനെ കണ്ടപാടെ ഗോപൻ ഓട്ടി സ്റ്റോറൂമിലേക്ക് ഒളിച്ചു. അപ്പോഴേക്കും സുചിത്രയ്ക്ക് ആകെ ദേഷ്യം വന്നിരുന്നു. ബിനു വരുമ്പോൾ അതാ 2 സ്കൂൾ പിള്ളേരവിടെ പഫ്സും ജ്യൂസും കുടിച്ചിരിക്കുകയാണ്. ബിനു അകത്തേക്ക് വന്നതും സുചിത്ര തടയാനെന്നോണം പറഞ്ഞു, ഗോപേട്ടനിവിടെയില്ല, വൈകിട്ടേ വരൂ.
ബിനു തലകുലുക്കിക്കൊണ്ട് അവളെ നോക്കി. കടിയുണ്ടോ? സുചിത്ര ഒന്ന് ഞെട്ടി. എന്തേ കേട്ടില്ലേ കടിയുണ്ടോന്ന്? അവന്റെ ദ്വയാർത്ഥം മനസ്സിലാക്കിയ സുചിത്ര ഗ്ലാസലമാര ചൂണ്ടിക്കാട്ടി. പഫ്സ്, കട്ട്ലറ്റ്, കേക്ക്, എന്താ വേണ്ടേ? അത് ചോദിച്ചപ്പോഴേക്കും അവനൊരു കൊതി. അവളോട് ആ വട ഇങ്ങ് തരുമോ? സുചിത്രയ്ക്ക് ദേഷ്യം വന്നു. സാരി നന്നായി മറച്ചുപിടിച്ചിട്ട് വട ടിഷ്യൂ പേപ്പറിലെടുത്ത് അവനു കൊടുത്തു. വട അടിപൊളിയാണല്ലോ. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അതെ, എനിക്കൊന്ന് അടിച്ചു തരണം. പിന്നെ ചോദിച്ചതും സുചിത്രയുടെ നിയന്ത്രണം വിട്ടു. എടാ, എന്റെ അനിയന്റെ പ്രായം പോലുമില്ല നിനക്ക്, തന്റേടത്തരം പറയുന്നു. അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സ്കൂൾ പിള്ളേർ തിരിഞ്ഞ് സുചിത്രയെയും ബിനുവിനെയും നോക്കി. ചേച്ചി, ഒരു നാരങ്ങാവെള്ളം തരുമോ എന്നല്ലേ ഞാൻ ചോദിച്ചത്? ബിനു അത്രയും പറഞ്ഞതും സുചിത്രയുടെ മിണ്ടാട്ടം മുട്ടി. സ്കൂൾ കുട്ടികളുള്ളപ്പോൾ അങ്ങനെ കയറി സംസാരിച്ചത് ശ്രദ്ധയില്ലായ്മയാണെന്ന് സുചിത്രയ്ക്ക് തോന്നി. അവൾ നാരങ്ങാവെള്ളം പിഴിഞ്ഞ് അവന് കൊണ്ടുവന്നുകൊടുത്തു. അവളെ നോക്കിക്കൊണ്ട് അവൻ ആ വട കഴിച്ചു. അപ്പോഴേക്കും ഗൂഗിൾ പേയൊക്കെ ചെയ്ത് ആ സ്കൂൾ കുട്ടികൾ പോയി. നാരങ്ങാവെള്ളം തുളുമ്പിപ്പോകാതെ ശ്രദ്ധയോടെ കൊണ്ടുവന്ന് ബിനുവിന് കൊടുത്തു. ഹാ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പിഴിഞ്ഞുതരാമെന്ന്, ഇത് ശരിയായിട്ടില്ലല്ലോ. സുചിത്ര മരവിച്ചു നിന്നുപോയി. കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അവൻ അവളെ ചെറുതായൊന്ന് ഉപദ്രവിച്ചു. തള്ളവിരലടക്കം 3 വിരലുകൾ കൊണ്ട് അവൻ അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവനാകെ നല്ല കൊതി മൂത്തുവരുന്നുണ്ടായിരുന്നു. ദേഷ്യവും സങ്കടവും കാരണം സുചിത്ര ആകെ അപമാനിതയായി. അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞുവിട്ടാൽ മതിയെന്നായി. ഈ ചെറുക്കനെ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ, ഈ നാട്ടിൽ ഒരുത്തനും എന്റെ നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല. അന്നെ അതെ സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് നീ. ഒന്നോർത്തോ, നിന്റെ കെട്ടിയവന്റെ കാശിനു വേണ്ടിയല്ല മോളെ ബിനു ഇവിടെ കേറിയിറങ്ങുന്നത്. അത് നിന്നെ കണ്ടിട്ട് തന്നെയാ. നിന്നെ ഒരു ദിവസം ഞാൻ പണിയും, നോക്കിക്കോ, നല്ല വൃത്തിക്ക്. അപ്പോഴേക്കും അവൾ വല്ലാതെ കിതച്ചു. പാവം സുചിത്ര ആകെ പേടിച്ചുപോയിരുന്നു. പെട്ടെന്ന് ആ നാരങ്ങാവെള്ളം തുളുമ്പി അവളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വീണു. ദേ പോയല്ലോ. ഇതും പറഞ്ഞ് ബിനു പുറത്തേക്കിറങ്ങി ഒറ്റപ്പോക്ക്. ഏതാണ്ടൊരു 5 മിനിറ്റോളം സുചിത്ര ടെൻഷനിൽ നിന്നു. പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാതായതുകൊണ്ടാവാം അവൻ പോയോടി. ഇതും പറഞ്ഞ് ഇറങ്ങിവന്ന ഗോപനോട് സുചിത്രയ്ക്ക് കലശലായ ദേഷ്യം തോന്നി. അവൾ പിന്നീട് അന്നത്തെ ദിവസം മുഴുവനും വല്ലാത്ത മൂകതയിലായിരുന്നു. ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അവൾക്കാകെ സങ്കടം തോന്നി. തന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി. ഗോപേട്ടനോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകത്തുമില്ല. പൊന്നുമോളെ, നിനക്കറിയാലോ അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ എന്റെ അടുത്തില്ല. നമുക്കാകെയുള്ള സ്വത്തായ ഈ ബേക്കറി വിൽക്കേണ്ടിവരും. എന്തൊരവസ്ഥയാ, നീയൊന്ന് ഓർത്തു നോക്കിക്കേ. അവൾക്കതൊക്കെ കേട്ടപ്പോഴേക്കും ഗോപേട്ടനോട് ദേഷ്യം തോന്നിയെങ്കിലും അയാൾ പറഞ്ഞത് കാര്യമാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ആ ഗുണ്ടയോട് മുട്ടിനിൽക്കാനൊന്നും ഗോപേട്ടനെക്കൊണ്ട് പറ്റില്ല. എന്താണെന്നോ, ദേഷ്യം വന്നുകഴിഞ്ഞാൽ അയാൾ അതുപോലെ വല്ല വടിവാളുമൊക്കെയായി വന്നുകഴിഞ്ഞാൽ തനിക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. ഭർത്താവിനെ നഷ്ടപ്പെടും. ഇത്രയും സ്നേഹമുള്ള തന്നെ പൊന്നുപോലെ നോക്കുന്ന ഗോപേട്ടൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്കതൊന്നും ഓർക്കാൻ പോലും വയ്യ. അപ്പോൾ പിന്നെ ഇതൊക്കെ സഹിക്കേ നിവൃത്തിയുള്ളൂ. ദിവസങ്ങൾ കടന്നുപോയി. ഗോപൻ അവളെ നന്നായി തന്നെയാ നോക്കുന്നത്, പൊന്നുപോലെ. ആ ദിവസം ഒരു സമരമുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ കൂടെ കടയടപ്പിക്കാൻ വല്ലാത്ത രീതിയിൽ അവിടെ സമരത്തിനിറങ്ങി നടക്കുന്നുണ്ട്. 3-ാം ദിവസം സുചിത്രയും ഗോപനും പതിവുപോലെ ബേക്കറിയിലിരിക്കുമ്പോഴാണ് ആ സമരത്തെപ്പറ്റി അറിയുന്നത്. അടച്ചിട്ടുപോയാലോ എന്ന് രണ്ടുപേരും ആലോചിക്കുമ്പോൾ തന്നെ ഗുണ്ടാബിനു വരുന്നത് കണ്ടു. ഗോപൻ ഓട്ടി പതിവുപോലെ സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചു. സുചിത്രയ്ക്ക് ആകെ പരിഭ്രമം. അപ്പോൾ ഒരു പയ്യൻ വന്ന് ക്രീം ബണ്ണെടുത്ത് പൈസ കൊടുത്തിട്ട് പോയി. ഇതിന്റെ ഇടയ്ക്ക് ക്രീമുണ്ടോടി? ഇത് ചോദിച്ചത് കേട്ട് സുചിത്രയ്ക്ക് കലി കയറി. അത് ക്രീം ബണ്ണാണ്. അപ്പോൾ പൊളിച്ചു കഴിച്ചാൽ അടിപൊളിയായിരിക്കുമല്ലേ? ഇത് എങ്ങനെയായിരിക്കും തിന്നേണ്ടത്? സൂപ്പറായിരിക്കും. ദേ കടയിൽ കേറി വൃത്തികേട് പറയരുത്, ഞാൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടും. അത് കേട്ടതും ബിനു ചിരിച്ചു. ഒരു ദിവസമല്ലേടി നിന്റെ ഈ കടയിൽ വന്ന് ഞാൻ നിന്നെ നല്ല വൃത്തിക്ക് വന്ന് പൂശാൻ നോക്കിയത്. എന്നിട്ട് നീ ഒച്ചപോലും ഉണ്ടാക്കിയില്ല. നാട്ടുകാരെ വിളിക്കുമെന്നു പോലും.
അവൻ പറയുമ്പോഴേക്കും സുചിത്രയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ നാട്ടുകാരുടെ മുന്നിൽ അപമാനിതയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒച്ച വെക്കാതിരുന്നത്, അല്ലാതെ നിന്റെ പരിപാടിയിൽ സുഖിച്ചിട്ടല്ല. അപ്പോഴേക്കും അവൻ നന്നായി അവളെ അടിമുടി നോക്കി. നിന്റെ ക്രീം ബണ്ണ് ഞാൻ ഒരിക്കൽ സ്വന്തമാക്കുമോളെ, നീ നോക്കിക്കോ. അപ്പോഴേക്കും സമരം ചെയ്യുന്ന കുറെ ആളുകൾ വന്ന് കടയടപ്പിക്കാൻ വേണ്ടി. അവരെല്ലാ കടയും അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുചിത്രയ്ക്കാണെങ്കിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗോപേട്ടനെ ഓർത്ത് ടെൻഷനായി. ബിനു പുറത്തു നിൽക്കുന്നതുകൊണ്ട് കടയടക്കാതിരിക്കാനും പറ്റില്ല. എന്തു ചെയ്യും എന്നുള്ളപ്പോൾ സമരക്കാർ വന്ന് ഷട്ടറടിപ്പിച്ചു. സുചിത്ര മനസ്സില്ലാ മനസ്സോടെ ലോക്കിട്ട് പൂട്ടി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോപേട്ടനെ വന്ന് പിന്നീട് പുറത്തിറക്കാമെന്ന് അവൾ ഓർത്തു. ആക്റ്റീവ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പിറകിൽ കയറി ബിനു ഇരുന്നു. അയ്യോ, ഇതെന്താ? ഇറങ്ങ്, ഞാൻ പോട്ടെ. അതുകൊള്ളാം, പോകുന്ന വഴിക്ക് എന്നെയും കൂടെയൊന്നിറക്കുന്നേ. സമരമല്ലേ, എനിക്ക് വണ്ടി കിട്ടത്തില്ല. ഇവൻ പിറകിൽ കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കാതെ നിൽക്കുന്നത് നാണക്കേടാ. അതുകൊണ്ട് സുചിത്ര വണ്ടിയെടുത്തു. അപ്പോഴേക്കും അവൻ നന്നായി അവളെ അടുത്തേക്ക് അടുക്കാനും ഓരോന്ന് പറയാനുമൊക്കെ തോന്നി. വല്ലാത്തൊരവസ്ഥയായിരുന്നു സുചിത്രക്ക്. ഗോപേട്ടനാണെങ്കിൽ ആ കടയുടെ ഉള്ളിലും. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ? എങ്ങോട്ടാ പോകേണ്ടത്? എവിടെയാണെന്ന് വെച്ചാൽ പറ, ഞാൻ ഇറക്കിത്തരാം. നീ നിന്റെ വീട്ടിലേക്ക് വിടുമോളെ, എനിക്ക് അങ്ങോട്ട് തന്നെയാ പോകേണ്ടത്. അയ്യോ, അതൊന്നും പറ്റില്ല. എങ്കിൽ പറ, പിന്നെ ഏതാ പറ്റുന്നേ? നിന്റെ ഇഷ്ടമാവാ. എന്റെ ഇഷ്ടം? ഇക്കാര്യത്തിൽ കുറച്ചൊക്കെ നിന്റെ ഇഷ്ടം നോക്കണല്ലോ. സുചിത്രയ്ക്ക് ഉയർന്നുവന്ന ദേഷ്യത്തിന് കണക്കില്ലായിരുന്നു. വീട്ടിലാണെങ്കിൽ മോൻ പഠിക്കാൻ പോയേക്കുവാണ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർ ഓരോന്ന് കാണുന്നതിലും നല്ലത് വീട് തന്നെയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവളും മനസ്സില്ലാ മനസ്സോടെ തന്റെ വീടിനു നേരെ വണ്ടിയെടുത്തു. ആഹാ, അപ്പോൾ നിനക്ക് അനുസരണയുണ്ട്. എന്നോട് ചെറിയ താൽപ്പര്യമൊക്കെയുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നത്? അവളാകെ അപമാനിതയായി. അല്ലെങ്കിലും ഇനി ഇതൊക്കെ സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇനിയിപ്പോൾ അവന്റെ ആഗ്രഹം കഴിഞ്ഞ് അവൻ പോവാണേൽ പോട്ടെ. എത്ര കാലമെന്ന് വെച്ചിട്ടാണ് ഗോപേട്ടനും ഞാനും ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത്? കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവൻ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കുമെന്ന് സുചിത്രയ്ക്ക് തോന്നി. വണ്ടി നിർത്തിയപാടെ ചാടിയിറങ്ങി അവൻ വീടിന്റെ ഇറയത്തേക്ക് കയറി. ആ താക്കോലെടുത്ത് തുറക്ക്, ഞാൻ അകത്തേക്ക് കയറട്ടെ. നല്ല മഴച്ചാറ്റലുണ്ട്. നല്ല മഴയുള്ള സമയമായിരുന്നു അത്. അവൻ അകത്തേക്ക് കയറുന്നതിനു മുമ്പ് തന്നെ നന്നായി മഴ തുടങ്ങി. അവളും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപാടെ സോഫയിലേക്കിരുന്നു. നന്നായി വിശ്രമിക്കുന്നതുപോലെ ആകെ ദേഹം വിരിച്ചുപിടിച്ച് ബിനു ഇരുന്നു. അപ്പോൾ എങ്ങനെയാ? എനിക്കൊരു ചായ ഇട്ടുതരുമല്ലേ? അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്കിലും കിച്ചണിൽ പോയി ഒരു ചായയ്ക്കുള്ള വട്ടം കൂട്ടി. തൊട്ടുപിറകിൽ അനക്കം കേൾക്കുമ്പോഴേക്കും ബിനു അവിടെ എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്ത് സുന്ദരിയാ ചേച്ചി! ഒരുപാടെണ്ണത്തിന്റെ പിറകെ ഈ ബിനു പോയിട്ടുണ്ട്. പക്ഷേ ചേച്ചിയെപ്പോലെ കൊതിപ്പിച്ചൊരുത്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതു പറഞ്ഞ് അവൻ അവളിലേക്ക് അമർന്നു. സുചിത്രയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ഗോപേട്ടൻ സ്നേഹത്തോടെ പതിയെ പതിയെ പരിപാലിക്കുന്ന തന്റെ ശരീരത്തിന്റെ ഓരോ ഞെട്ടുകളും തന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും അവൻ വെച്ചുടച്ചെന്ന് വേണം പറയാൻ. സുചിത്ര മനസ്സില്ലാ മനസ്സോടെ നിന്നുകൊടുത്തു. പക്ഷേ മനസ്സു മുഴുവൻ ഭർത്താവായിരുന്നു. ഗോപേട്ടനെ ഇവന്റെ അടുത്തുനിന്ന് മോചിപ്പിക്കണം. അതുമാത്രമായിരുന്നു സുചിത്രയുടെ മുന്നിലുള്ള ഏക വഴി. അവൾ എല്ലാത്തിനും നിന്നുകൊടുത്തു. ഗുണ്ടയുടെ പരാക്രമം പിന്നെ പറയാനുണ്ടോ? കരിമ്പൻ കാട്ടിൽ ആന കയറിയ പോലെയായിരുന്നു. അവളുടെ വെളുത്ത ദേഹം മുഴുവൻ ചുവന്ന അടയാളങ്ങൾ. ബിനുവിന്റെ പരാക്രമം മുഴുവൻ കുറേ നേരമായിട്ടും ഒടുങ്ങുന്നില്ല. അവസാനം ഒരു 2 മണിക്കൂറിലധികം സമയമെടുത്തു അവൻ അവളുടെ അടുത്തുനിന്ന് ഒന്ന് വേർപെട്ടു നിൽക്കാൻ തന്നെ. ബിനു ആള് കൊള്ളാലോ എന്ന മട്ടിലായിരുന്നു ആ പരിപാടി കഴിയുമ്പോഴേക്കും അവൾക്ക് തോന്നിയത്. ഗോപേട്ടൻ എത്ര സോഫ്റ്റായിട്ടാ ചെയ്യുന്നത്. പക്ഷേ ബിനു അങ്ങനെയല്ല. കുറേ സമയം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴേക്കും പറയുന്നുണ്ടായിരുന്നു, നിന്റെ ക്രീം ബണ്ണ് തിന്നാൻ ഞാൻ ഇനിയും വരുമോളെ, എനിക്ക് മതിയായിട്ടില്ല കേട്ടോ. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ ശരിക്കും അവളും ആസ്വദിച്ചിരുന്നു. അവനെക്കൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ മേയ്പ്പിക്കാൻ. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ആരും ആഗ്രഹിക്കാത്തത് ഇതുപോലെ ഉശിരുള്ള ഒരുത്തൻ കേറി മേയാത്തതാണ്. ഗോപേട്ടനേക്കാളും നല്ല കിടിലം പരിപാടി തന്നെയായിരുന്നു അവന്റെ.
അവൻ ആദ്യത്തെ സ്പർശനം മുതൽ ഈ അവസാനത്തെ സ്പർശനം വരെ 3-4 വട്ടം സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിയിരുന്നു. സുചിത്രയ്ക്ക് ഗോപേട്ടനെക്കൊണ്ട് ഇത്രയും പറ്റിയിട്ടില്ല. ഈ 2 മണിക്കൂറിനുള്ളിൽ 4-5 പ്രാവശ്യം അവൾ നന്നായി സുഖിച്ചു. സുഖത്തിന്റെ പരകോടിയിലെത്തി. ബിനുവിന്റെ ആ കലാപരിപാടികളോട് വല്ലാത്ത കൊതി തോന്നിപ്പോയി സുചിത്രക്ക്. അപ്പോൾ ഇനിയും ബിനു ഇങ്ങോട്ടു വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സുചിത്രയുടെ മറുപടി. കാരണം പതിയെ മനസ്സുകൊണ്ടു മാത്രമല്ല ശരീരം കൊണ്ടും അവളിപ്പോൾ ബിനുവിനെ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അവൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ആ പരിസരബോധം വീണ്ടെടുക്കുന്നത്. അയ്യോ, ഗോപേട്ടനെ ഇറക്കണമല്ലോ. അവൾ 2 വീലറുമെടുത്ത് വീണ്ടും അങ്ങോട്ടു പോയി ഗോപേട്ടനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ആകെ മഴ നനഞ്ഞാണ് അവൾ ഗോപനെ കൂട്ടാൻ പോയത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നനഞ്ഞു കുഴഞ്ഞു നിൽക്കുന്ന തന്റെ ഭാര്യയെ കണ്ടപ്പോൾ ഗോപൻ, മോളെ, എനിക്ക് സഹിക്കുന്നില്ല, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ എന്ന് പറഞ്ഞു. ഗോപനും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. 2 പേരും പരസ്പരം സുഖിച്ചു. പക്ഷെ ഇത്രയും കൊതിയോടെ സുചിത്ര പെരുമാറുന്നത് അവൻ കണ്ടിട്ടേയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ സുചിത്രയ്ക്കു പറയാൻ പറ്റുമോ? ആ ഗുണ്ടയ്ക്ക് കോമ്പൻസേഷനു വേണ്ടി ഞാൻ എന്നെത്തന്നെ സമർപ്പിച്ചു ഗോപേട്ട എന്ന്. അതറിയാതെ ഗോപൻ നന്നായി തന്നെ അവളെ സുഖിപ്പിച്ചുകൊടുത്തു. പിന്നീടിതൊരു പതിവായിട്ടോ. ഗോപൻ പതിവില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അവളെ പരിപാലിക്കും. ആ ഗുണ്ടബിനു കേറി നന്നായി പണിയും. 36 വയസ്സുള്ള നമ്മുടെ സുചിത്രയ്ക്ക് 26 വയസ്സുള്ള ചെറുക്കൻ കാണിച്ചുകൊടുത്ത സുഖവും സ്വർഗവുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നാട്ടിൽ പരിചയമുള്ള ആരെങ്കിലുമുണ്ടോ? ഇതുപോലെ ഗുണ്ടയ്ക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന വീട്ടമ്മയും നന്നായി കേറി പൂശിത്തെളിഞ്ഞ നമ്മുടെ ഗുണ്ടബിനുവിനെപ്പോലെയും ആരെങ്കിലുമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് പറയണേ. കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ചെയ്യണം, കമന്റിടണം. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.